അപ്പോൾ ഐഫോൺ 13 സീരീസ് ഫൈനലി ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 17-നാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ആക്ച്വൽ സെയിൽ സെപ്റ്റംബർ 24-നൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഐഫോൺ 13 സീരീസിന്റെ ഫുൾ ഡീറ്റെയിൽസും പിന്നെ എൻ്റെ ഒപ്പീനിയൻസും ഒക്കെ തന്നെയായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ എല്ലാം ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഐഫോൺ 13 സീരീസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് ലീക്സ് ആൻഡ് റൂമേഴ്സിന്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതേപോലത്തെ ഇതൊക്കെ തന്നെയാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ 4 ഫോൺസ് ഒക്കെ തന്നെയാണ്, ഐഫോൺ 13 മിനി, ഐഫോൺ 13 പ്രോ മാക്സ് ഒക്കെ തന്നെ. അപ്പോൾ എൻ്റെ ഒപ്പീനിയനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഫോണിനെ നമ്മൾ ഐഫോൺ 12s എന്നാണ് ഈ ഫോണെ ശരിക്കും നമ്മൾ വിളിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഐഫോൺ 12 സീരീസ് വെച്ച് നോക്കുമ്പം ഈ സ്മാർട്ട് ഫോണിൽ പുതിയതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ മെയിൻ ഡ്രോബാക്ക് ഒക്കെ. ഓവറോൾ ഈ സ്മാർട്ട് ഫോൺ നല്ലതൊക്കെ തന്നെയാണ്. ഐഫോൺ 12 സീരീസ് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്ഗ്രേഡ്സ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് 12s എന്നായിരിക്കും ഈ ഫോണിനെ വിളിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ഒക്കെ തന്നെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതലും അപ്ഗ്രേഡ്സ് ഒക്കെ തന്നെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇവരുടെ ലോഞ്ച് ഇവന്റ് നോക്കുകയാണെങ്കിൽ 75% ഇവർ സംസാരിച്ചിരിക്കുകയാണ് അവരുടെ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസിനെ പറ്റിയൊക്കെ തന്നെയാണ്. ഇതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസും ഇതൊക്കെ തന്നെയുണ്ട്. ബാക്കിയൊക്കെ അവർ ചോദിച്ചത് ബാറ്ററി ഇതാണ്, മറ്റേതാണ്, പ്രൈസിങ് ഇതാണ്, ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ഡേറ്റ് ഇതാണ്, അപ്പോൾ കഴിഞ്ഞു, ഇതെല്ലാം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് എല്ലാ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് ഒക്കെ തന്നെ. ഇപ്പോൾ ഇന്നോവേഷൻ ഒന്നും തന്നെയില്ല, എല്ലാം അപ്ഗ്രേഡ്സ് ഒക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ഇപ്പൊ തന്നെ. അപ്പൊ ഈ ഫോൺസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന ഐഫോൺ 13 മിനി ഒക്കെ തന്നെയാണ് 5.4 ഇഞ്ച്, പിന്നെ ഐഫോൺ 13 പ്രോ വേരിയന്റും വരുന്നത് 6.1 ഇഞ്ച് ഒക്കെ ആയിട്ടാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ പ്രോ മാക്സ് വേരിയന്റ് വരുന്നത് 6.7 ഇഞ്ചിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ നിങ്ങൾ ഡിസൈൻ ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ ലീക്സിൽ ഒക്കെ തന്നെ സംസാരിച്ചായിരുന്നു. ഈ സ്മാർട്ട് ഫോണിന്റെ നോൺ പ്രോ വേരിയൻസ് ഡയഗണലി ബേസ്ഡ് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ് ഒക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ ഈ പ്രാവശ്യം ഒക്കെ തന്നെ നടന്നിട്ടൊക്കെ തന്നെയുണ്ട്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിലാണ് ഇവരുടെ ഈ നോൺ പ്രോ വേരിയൻസിനകത്ത് വരെ നിങ്ങൾക്ക് ഇപ്പോൾ സെൻസർ ഷിഫ്റ്റ് OISന്റെ ഇത് ഒക്കെ തന്നെ വരുന്നൊക്കെ തന്നെയുണ്ട്. ഇതൊരു നല്ല സംഭവമൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഓവറോൾ നിങ്ങൾ ഐഫോൺ 12 സീരീസ് വെച്ച് നോക്കുവാണെങ്കിൽ ഐഫോൺ 13 സീരീസ് ക്യാമറാസ് ഓവറോൾ ബെറ്റർ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് സിനിമാറ്റിക് വീഡിയോ റെക്കോർഡിങ്ങിന്റെ ഓപ്ഷൻ ഒക്കെ തന്നെയുണ്ട്. പക്ഷെ ഇത് ഫുൾ HD-ലൊക്കെ തന്നെയാണ് വർക്കൊക്കെ ആവുന്നത്. പക്ഷെ നിങ്ങൾക്ക് ബോക്കെ ടൈപ്പ് വീഡിയോസും അതും ഒക്കെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓട്ടോ ഫോക്കസിങ്ങും ഇപ്രാവശ്യം DSLR ഒക്കെ തന്നെ ആയിട്ടൊക്കെ തന്നെയുണ്ട് ഈ ഐഫോൺസിലൊക്കെ തന്നെ ക്യാമറാസ്. അപ്പോൾ ഓവറോൾ ഇവരുടെ വീഡിയോ റെക്കോർഡിങ്, ഫോട്ടോസ്, അത് തന്നെയല്ല ഇവരുടെ ഫ്രണ്ട് ക്യാമറ, ഓവറോൾ ഇതൊക്കെ നല്ലതൊക്കെ തന്നെ അവരാക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫോണിനകത്തൊക്കെ നിങ്ങൾക്ക് ടെലിഫോട്ടോ ഇതൊക്കെ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ അവര് ഇത് 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ ലോ ലൈറ്റിൽ നിങ്ങൾക്ക് ബെറ്റർ ഇമേജസ് ഒക്കെ തന്നെയായിട്ടായിരിക്കും ഈ ഫോണൊക്കെ വരാൻ പോകുന്നത്. ഇതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇവരുടെ മെയിൻ ലെൻസ് പറഞ്ഞാൽ 3 ക്യാമറാസും വരുന്നത് 12 മെഗാ പിക്സലിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവരുടെ മെയിൻ ലെൻസ് വരുന്നത് f1.5 ബേസ്ഡ് ഒക്കെ തന്നെയാണ്. പിന്നെ ഇവരുടെ അൾട്രാ വൈഡ് ആണെങ്കിൽ f1.8 ബേസ്ഡ് തന്നെയാണ്. ഇത് ഒരു വലിയ അപ്ഗ്രേഡ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ലോ ലൈറ്റിലും ഒരു ഇഷ്യൂസും ഒന്നും തന്നെയില്ല. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ടെലിഫോട്ടോ വരുന്നത് 2.8-ലൊക്കെ തന്നെയാണ്, f2.8-ലൊക്കെ തന്നെയാണ്. അപ്പോൾ 3x നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ സൂം ഒക്കെ തന്നെയുണ്ട് ഈ സ്മാർട്ട് ഫോൺ അതൊക്കെ. അപ്പോൾ ഓവറോൾ ക്യാമറാസിലാണെന്ന് പിന്നെയും ഒരു അപ്ഗ്രേഡ് ഒക്കെ തന്നെ ഉള്ളത്. ബാക്കി മൈനർ അപ്ഗ്രേഡ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളതാണ് ഇവരുടെ ക്യാമറാസ് അതൊക്കെ തന്നെ. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് നോച്ച് സൈസ് നോക്കുവാണെങ്കിൽ ഓവറോൾ ഇതും നമുക്ക് പറയാൻ പറ്റും ഇവർ കുറച്ചിട്ടൊക്കെ തന്നെ ഉണ്ടെന്ന്. 15%ഓളം നിങ്ങൾ 12 പ്രോ മാക്സും അതൊക്കെ വെച്ച് നോക്കുമ്പം ഇവരുടെ നോച്ച് സൈസ് ഇപ്രാവശ്യം ചെറുതൊക്കെ തന്നെ ആക്കിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഫേസ് സെൻസേഴ്സും അതും എല്ലാം കുഞ്ഞൊക്കെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇതൊക്കെ തന്നെ ഉണ്ട്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഐഫോൺ 13 പ്രോ സീരീസിനകത്ത് നിങ്ങൾക്ക് 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ഒക്കെ തന്നെ ആയിട്ടാണ് ഈ ഫോൺ ലോഞ്ച് ആയത്. പക്ഷെ ഇവരുടെ നോൺ പ്രോ വേരിയൻസ് ഇപ്പോഴും 60 ഹെർട്സ് ഒക്കെ തന്നെയാണ്. എനിക്ക് മനസ്സിലാവാത്തത് ഈ ഐഫോൺ 13 സീരീസ് നോൺ പ്രോ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ഒക്കെ തന്നെയാണ്. അപ്പൊ എന്നിട്ടും ഇതിൽ ലോഞ്ച് ആയിരിക്കും 60 ഹെർട്സിലൊക്കെ തന്നെയാണ്. ഇതാണ് ഇവരുടെ മെയിൻ ഡൗൺ സൈഡ് ഒക്കെ തന്നെ. അപ്പൊ ഈ 4 ഫോൺസും സൂപ്പർ XDR റെറ്റിന OLED സ്ക്രീൻ ഒക്കെ തന്നെയാണ്. പക്ഷെ ഇവരുടെ നോൺ പ്രോയിനകത്ത് വരുന്നത് 60 ഹെർട്സ് ഒക്കെ ആയിട്ടാണ്. പിന്നെ പ്രോ വേരിയൻസ് വരുന്നത് 120 ഹെർട്സ് ഒക്കെ തന്നെയാണ്. പക്ഷെ അതും വേരിയബിൾ ഒക്കെ തന്നെയാണ്. അതിന്റെ റീസൺ ആണ് ബാറ്ററി ബാക്കപ്പ് ഒക്കെ തന്നെ വേണ്ടി ഇത് വേരിയബിൾ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ നോൺ പ്രോ വേരിയൻസ് വെക്കാൻ ഐഫോൺ 13-ലെങ്കിലും അവർക്ക് ഇതുപോലത്തെ ഓപ്ഷൻസ് ഒക്കെ തന്നെ വെക്കാമായിരുന്നു. അപ്പോൾ അതിന്റെ റീസൺ ആണ് 13 മിനിറ്റ് ബാറ്ററി നോക്കുവാണെങ്കിൽ അത് ഓൾറെഡി പോരാ. അപ്പോൾ അതൊക്കെ കാരണമായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ പ്രോ വേരിയൻസ്, അതൊക്കെയാണ് 120 ഹെർട്സ് ഒക്കെ തന്നെ. അപ്പോൾ നെക്സ്റ്റ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ
ഇനി മുതൽ എല്ലാ ഐഫോൺസും ലോഞ്ച് ആകാൻ പോകുന്നത് 128GB വേരിയന്റ് ബേസ് വേരിയന്റ് ഒക്കെ തന്നെയായിട്ടായിരിക്കും. പിന്നെ ഇവരുടെ ഐഫോൺ 13 Pro Maxന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് 1TB വരെയാണെന്ന്. ഏതെങ്കിലും എക്സ്ബോക്സോ വല്ല എടുക്കുമല്ലോ ആണെങ്കിൽ അതിന്റെ മാക്സ് തന്നെ 1TB ഒക്കെ തന്നെയാണ്. പിന്നെയാണ് ഈ ഐഫോൺസ് വരെ 1TB. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോസോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോസോ ഇതുപോലത്തെ സിനിമാറ്റിക് വീഡിയോസോ വല്ലതും റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ 1TB ഒക്കെ ഹെൽപ്ഫുൾ ഒക്കെ തന്നെയായിരിക്കും. അപ്പൊ ഇതും എല്ലാം കൊണ്ട് തന്നെ ആയിരിക്കും അവർ ലോഞ്ച് ചെയ്തിരിക്കും. അപ്പൊ 128GB ബേസ് വേരിയന്റ് വെച്ചത് ഓവറോൾ ഒരു നല്ല കാര്യമൊക്കെ തന്നെയാണ്. 4GB നമുക്ക് പറയാൻ പറ്റും പോരെന്നൊക്കെ തന്നെ. അപ്പൊ ഇതും അവരൊക്കെ ഇപ്രാവശ്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ഒക്കെ ചിപ്സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് A15 ബയോണിക് ചിപ്സെറ്റ് ഒക്കെ തന്നെയാണ്. ഇത് 5nm ബേസ്ഡും കൂടെയാണ്. പിന്നെ ഈ ഫോൺ വരുന്നത് 6 കോഴ്സിലൊക്കെ തന്നെയാണ്. അതിൽ 2 പവർഫുൾ കോഴ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ അപ്പൊ അതിൽ 4 കോഴ്സ് എഫിഷ്യൻസി കോഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ അകത്തൊക്കെ. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ GPU പറ്റി പറയുകയാണെങ്കിൽ ആപ്പിൾ GPU 5 കോർ ഗ്രാഫിക്സ് ഒക്കെ തന്നെയായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ A15 ബയോണിക് ചിപ്സെറ്റ് വേൾഡിലെ മോസ്റ്റ് പവർഫുൾ ചിപ്സെറ്റ് എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനും കൂടെയാണ്. അപ്പോൾ അതൊക്കെ 1 ഇയർ വരെയൊക്കെ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ എന്നാലും തൽക്കാലത്തേക്ക് ഇതാണ് സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫോണൊക്കെ തന്നെ. അപ്പോൾ ഐഫോൺ 13 സീരീസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിലോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഫോൺ ഹീറ്റ് ആവത്തില്ലായിരിക്കും. അപ്പോൾ നോക്കാം എന്താവുന്ന വല്ല ബഗ്ഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹീറ്റ് ആയിരിക്കാം. പക്ഷേ ഈ ഫോണിന്റെ ചിപ്സെറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഹീറ്റ് ഒന്നും ആവത്തില്ല. അപ്പോൾ ഓവറോൾ A15 ചിപ്സെറ്റും ഒരു നല്ല ഇതൊക്കെ തന്നെയാണ് A14 വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ചിപ്സെറ്റ് വൈസ് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ അപ്ഗ്രേഡ് ഒന്നും തന്നെയില്ല. അപ്പൊ നിങ്ങൾ ക്യാമറാസോ ഡിസ്പ്ലേ വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷെ എന്നാലും ഇത് ഓക്കെ ഒക്കെ തന്നെയാണ് 15 ചിപ്സെറ്റ് ഒക്കെ തന്നെ. അപ്പൊ വരാൻ പോകുന്ന 2-3 വർഷത്തേക്ക് ഇത് അപ്പൊ ഈ ഫോൺ നല്ലോണം ഹോൾഡ് ഒക്കെ ചെയ്യും. അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളതെന്ന് ഈ സ്മാർട്ട് ഫോൺ ചിപ്സെറ്റിനകത്തൊക്കെ തന്നെ. അപ്പൊ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ഒക്കെ ബാറ്ററി പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഐഫോൺ 13 മിനിയിൽ വരുന്നത് 2406 mAh ഒക്കെ തന്നെയാണ്. പിന്നെ ഐഫോൺ 13 ആൻഡ് പ്രോയിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോണിൽ വരുന്നത് 3095 mAh ഒക്കെ തന്നെയായിട്ടാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ പ്രോ മാക്സ് വേരിയന്റ് വരുന്നത് 4352 mAh ഒക്കെ തന്നെയായിട്ടാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ ബാറ്ററി ബാക്കപ്പിനകത്തൊക്കെ തന്നെ. അപ്പോൾ ഓവറോൾ ഇപ്പൊ ഐഫോൺ 12 മിനിയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഇവരുടെ ബാറ്ററി ഒന്നും പോരെന്നൊക്കെ തന്നെ. പക്ഷെ ഐഫോൺ 13 മിനിയിൽ ഒക്കെ ആഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് mAh ഒക്കെ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഐഫോൺ 13 മിനിയിൽ നിങ്ങൾക്ക് 1 hour ബെറ്റർ ബാറ്ററി ലൈഫ് ഒക്കെ തന്നെ ആയിരിക്കും ഐഫോൺ 12 മിനിയിൽ. പിന്നെ ഐഫോൺ 13 Pro Max എനിക്ക് തോന്നുന്നു ഐഫോൺ 12 Pro Maxിലേക്കാളും 2.5 hours കൂടുതലൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ന്യൂസിലൊക്കെ വന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളത് ഇതിനകത്തൊക്കെ ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പിനകത്തൊക്കെ തന്നെ. അപ്പൊ ന്യൂസിലൊക്കെ പറയുന്നത് ഈ സ്മാർട്ട് ഫോൺ 25 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ തന്നെയാണ്. പിന്നെ അത് തന്നെയല്ല ഈ സ്മാർട്ട് ഫോൺ മാക്സ് സേഫ് 15 വാട്ട് ഒക്കെ തന്നെ. അപ്പൊ അത് തന്നെയല്ല വയർലെസ് റിവേഴ്സ് ചാർജിങ് ആണെങ്കിൽ 7.5 വാട്ട് ഒക്കെ തന്നെ ആയിരിക്കും ഈ ഫോണൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെയാണ് ന്യൂസിലൊക്കെ വന്നത്. അതിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒഫീഷ്യലി ഒന്നും തന്നെ ലീക്ക് ആയിട്ടൊന്നും തന്നെയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പിന്നെ 5G പറ്റി ആണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ അത് 6 വേവ് ഒക്കെ തന്നെ ഉണ്ടാവും. പിന്നെ അത് തന്നെയല്ല ഈ സ്മാർട്ട് ഫോൺ വേവ് ഒക്കെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് 5Gയിലൊക്കെ തന്നെ. അപ്പൊ ഒഫീഷ്യലി ബാൻസ് എത്രയാണെന്ന് ഒന്നും തന്നെ ന്യൂസിൽ ഒന്നും തന്നെയില്ല. അപ്പൊ ഇതൊക്കെയാണ് എല്ലാം തന്നെ. അപ്പൊ ഓവറോൾ ഈ ഐഫോൺ 13 സീരീസ് നല്ല ഫോൺസ് ഒക്കെ തന്നെയാണ്. അപ്പൊ ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോഴാണ് ഐഫോൺ 13 മിനി വരുന്നത് 69,000 ചില്ലാനം രൂപയൊക്കെ തന്നെയായിട്ടാണ്. പിന്നെ ഐഫോൺ 13 പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് 80,000 രൂപയോളം തന്നെ ആവുന്നൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഇവരുടെ ഐഫോൺ 13 Pro Max പറഞ്ഞ 1TB വേരിയന്റ് വരുന്നത് 1,79,000 എന്തൊക്കെയാണ്. അപ്പോൾ ഇനി മൂലം നിങ്ങൾക്ക് 2 കിഡ്നി 1 ലിവർ എല്ലാം തന്നെ ആവശ്യം വേണ്ടി വന്നേക്കാം. അപ്പോൾ നേരത്തെ എന്ന് വെച്ചാൽ നേരത്തെ എന്ന് വെച്ചാൽ ഒരു കിഡ്നിയും കൊണ്ട് തന്നെ എല്ലാം തന്നെ ഒരു ഫോണൊക്കെ മേടിക്കായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്ക് 2ഉം വേണം. പിന്നെ വേറെയും ആളുടെ വല്ലതും വേണമായിരിക്കും. പിന്നെ ലിവറും മറ്റേ ആധാറും എല്ലാം തന്നെ വേണമായിരിക്കും. ഇപ്പൊ ഇതാണ് ഈ ഫോണിന്റെ ഒക്കെ പ്രൈസിംഗ് ഒക്കെ തന്നെ. അപ്പൊ ഐഫോൺ 13 മിനിയുടെ ബേസ് വേരിയന്റ് പറഞ്ഞാൽ 128GB വരുന്നത് തന്നെ 70,000 രൂപയ്ക്കൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഒക്കെ പ്രൈസിംഗ് ഒക്കെ തന്നെ. അപ്പോൾ ഓവറോൾ ഇവരുടെ ഫോൺസ് ഒക്കെ തന്നെ നല്ലതാണ്. പക്ഷെ അപ്ഗ്രേഡ്സേ ഉള്ളൂ, ഇന്നോവേഷൻ ഒന്നും തന്നെയില്ല. ഇതാണ് എനിക്ക് ഈ വീഡിയോക്കകത്തൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഓവറോൾ ഇതൊക്കെ നല്ല ഫോൺസ് ഒക്കെ തന്നെയാണ്. ഈ സ്മാർട്ട് ഫോണിന്റെ സെയിൽസ് ഒഫീഷ്യലി സെപ്റ്റംബർ 24 തന്നെയാണ്. അന്നാണ് എൻ്റെ ബർത്ത്ഡേ ഒക്കെ തന്നെ. അതും വേറെ ഇതൊക്കെയാണ്. അപ്പൊ നല്ല ഐശ്വര്യത്തോടെ ഫോൺസ് ഒക്കെ സെയിൽ ആവും. അപ്പോൾ ഇതൊക്കെയാണ് ഐഫോൺ 13 സീരീസിനെ പറ്റിയൊക്കെ തന്നെ. പിന്നെ വേറൊരു ഇതും കൂടെ ഉണ്ട്.
ഇവരുടെ iPhone 13 നോൺ പ്രോ വേരിയന്റ് വരുന്ന 6 കളർ വേരിയൻസിലൊക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണൊക്കെ ലോഞ്ച് ആവാൻ പോകുന്നത്. അപ്പൊ ഇതുപോലത്തെ ഇതെല്ലാം തന്നെയുണ്ട്. അപ്പൊ ഞാൻ ബേസിക്കലി ഈ വീഡിയോയിൽ മെയിൻ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയുണ്ടായിരുന്നു iPhone 13 സീരീസിനെ പറ്റി മെയിൻ എല്ലാം ഇതൊക്കെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.